ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഒരു ലോങ് വീഡിയോയ്ക്ക് സ്വാഗതം. ഗായ്സ്, നമുക്കൊരു ഡാൻസ് കണ്ടാലോ? പ്രത്യേകിച്ചൊന്നുമില്ല, റീൽസ് തോണ്ടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പാട്ട് വന്നപ്പോൾ 2 സ്റ്റെപ്പ് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളുടെ ഇന്നത്തെ പരിപാടിയിലേക്ക് കിടക്കാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നൂൽപുട്ടാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് തയ്യാറാക്കാം. ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണ്. അപ്പോൾ ആസിഫിന് ഏറ്റവും ഇഷ്ടമുള്ള നമ്മളുടെ നൂൽപുട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെയല്ല, ആഴ്ചയിൽ എന്തായാലും 1-2 വട്ടം നൂൽപുട്ട് ഉണ്ടാക്കും. നൂൽപുട്ട് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും മടിയുള്ളൊരു കാര്യം അതിങ്ങനെ പ്രസ് ചെയ്തിട്ട് മെഷീനിലിട്ട് പ്രസ് ചെയ്യണ ആ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ. പൊടിയുടെ കൺസിസ്റ്റൻസി അനുസരിച്ചിരിക്കും ഇതിൻ്റെ ആ ഒരു തിരിക്കണ ടൈറ്റ്നെസ്സൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ തിളച്ച വെള്ളത്തിലേക്ക് പൊടിയിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഞാനിവിടെ മാവ് സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ ഇന്നെൻ്റെ കൈക്ക് ചെറിയൊരു മുറിവുള്ളതുകൊണ്ട് പ്രസ്സിലിട്ടിട്ട് അമർത്തുന്ന ഭാഗത്ത് നമുക്ക് നമ്മളുടെ ഇക്കാനെ ഒന്ന് ഹെൽപ്പിന് വിളിക്കാം. അപ്പോൾ അതൊന്ന് പ്രസ്സാക്കി അവർക്ക് നല്ല ആരോഗ്യമാണല്ലോ, അവർക്ക് സിമ്പിളായിട്ട് സെറ്റാക്കി തന്നോളൂ. അപ്പോൾ ഇന്ന് ആസിഫിന് കൊണ്ടുപോകാൻ കൂർക്ക ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കൂർക്ക നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് വേവിക്കാനിടണം. ആ ഒരു ടൈം കൊണ്ട് നമുക്കിതാ പ്രസ്സിലിട്ടിട്ട് ഒന്ന് ആ ഒരു അച്ചിലിട്ടിട്ട് സെറ്റാക്കി എടുക്കണം. ഞാനിവിടെ കുറച്ച് സ്പീഡ് കൂട്ടുന്നുണ്ട്, കാരണം മാവ് ഇച്ചിരി ടൈറ്റ് ആയതുകൊണ്ട് ആൾക്ക് ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ അത് അവിടെ ഒരു സൈഡിൽ നിന്ന് സെറ്റാകുന്നുണ്ടാകും. നേരം കൊണ്ട് നമുക്ക് കൂർക്ക ഉപ്പേരി ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ചെറുതായി ഒന്ന് വേവ് കൂടിയിട്ടുണ്ട്, കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളുടെ വീട്ടിലുണ്ടായ റൂബിക്കാണ് കേട്ടോ. ഒരു 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതെൻ്റെ ഫ്രണ്ട് തന്നത് ഉപ്പിലിട്ട് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെ ഞാനത് ഇട്ട് കൊടുത്ത്. ഇവിടെ ഉണ്ടായിരുന്ന റൂബിക്ക് കുറച്ച് സൈസ് കുറവാണ് കേട്ടോ. അങ്ങനെ ഇത് ആസിഫ് ഇവിടെ നൂൽപുട്ടൊക്കെ കഴിച്ച് ആസിഫിനുള്ളത് ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടോ. അപ്പോൾ എന്തായാലും സ്കൂളിലേക്ക് പോവല്ലേ, ഹാപ്പി ചിൽഡ്രൻസ് ഡേ, ഒരു റോസാപ്പൂവൊക്കെ കൊടുത്തേക്കാം. അവർക്ക് ചെറിയ റാലിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പറ്റുന്നവർ നെഹ്റു ചാച്ചാജിയുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഒരു റോസാപ്പൂ പിടിച്ച് പറഞ്ഞയച്ചിട്ടുണ്ട്. അങ്ങനെ ആസിഫ് പോയതിൻ്റെ ശേഷം ബാക്കി പരിപാടികളൊക്കെ കഴിച്ചു. ഒരു 10 മണിയാകുമ്പോൾ തന്നെ ഫുൾ കംപ്ലീറ്റ് പണികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാം. ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, സൺഫ്ലവർ പോട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ കലാപരിപാടികളാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ഇടയിലത്തെ ആ ഒരു കുറച്ച് ക്ലിപ്സൊക്കെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ പാറ്റേണൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഉണ്ടാക്കണമല്ലോ, ഫസ്റ്റ് ടൈം ആണല്ലോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ഇതാ ചെറിയൊരു കൊറിയർ വന്നിട്ടുണ്ട്. ഇത് ആസിഫിനുള്ള പുതിയ ചെരുപ്പാണ് കേട്ടോ. ചെരുപ്പൊക്കെ അടിപൊളിയായിരുന്നു, പക്ഷേ ആൾക്ക് നല്ല കറക്റ്റ് ഫിറ്റ് ആയതുകൊണ്ട് നടക്കുമ്പോൾ ചെറിയൊരു വേദന ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് റിട്ടേൺ അടിച്ചു. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കണമൊക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞു. ഫുഡ് കഴിക്കണമെന്ന് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ആസിഫിനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ വന്നിട്ടാണ് കേട്ടോ. ഇത് കണ്ടാത്തൊന്നും എല്ലാവരും സ്കൂൾ വിട്ടു പോയിരുന്നു. പക്ഷേ സ്കൂൾ ബെല്ലടിച്ചിട്ടില്ല. ലാസ്റ്റ് ടൈം ഒരു ½ ആൻ അവറിൻ്റെ ഉള്ളിൽ പേരൻസിന് വന്നാൽ കൊണ്ടുപോകാമെന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്ന സ്ഥിതിക്ക് അവൻ ഇറങ്ങി വന്നതാണ്, ടീച്ചറിനോട് ചോദിച്ചിട്ട്. അപ്പോൾ ഇതാ നമ്മളുടെ പോട്ട് മേക്കിംഗ് ഇവിടെ വരെ ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ എത്തിയപ്പോൾ ഭയങ്കര എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. ഫസ്റ്റ് ടൈം നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് വരുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത് ശരിക്കിരിക്കാൻ കാരണം നമുക്കിത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചാരി വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ തന്നെ ഇരിക്കട്ടെ. എങ്ങനെയുണ്ട് ഇതിൻ്റെ ഈ ഒരു സൺഫ്ലവർ പോട്ട്? നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ അഭിപ്രായങ്ങൾ. ഇന്നത്തെ ഒരു ചെറിയൊരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.